ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് വെൽക്കം സ്വാഗതം വണക്കം ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറെ അധികം നല്ല സുഹൃത്തുക്കളുണ്ട് നമ്മൾ എല്ലാ കാര്യം വീട്ടിൽ അച്ഛനും അമ്മയുടെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സുകളാണ് സൂരജ് അങ്ങനെ ശരിയല്ലേ ഓൾമോസ്റ്റ് ശരിയാണ് ഫ്രണ്ട്സിന് അറിയാത്ത നമ്മുടെ ഉടായ്പകളൊന്നും ഉണ്ടാവില്ല നമ്മുടെ നെഗറ്റീവ്സ് പോസിറ്റീവ് എല്ലാം അവർക്ക് അറിയായിരിക്കും ഇപ്പൊ ചില ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും ചില ആൾക്കാർ ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കും ചില ആൾക്കാർ വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ മാത്രമേ ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ടുവരും ഞാൻ ആ ടൈപ്പ് ആളാട്ടോ എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ഇപ്പൊ എന്റെ കൂടുതൽ ഫ്രണ്ട്സും ദോഹയിലാണ് അപ്പൊ ദോഹയിലുള്ള ഒരു 4-5 ആൾക്കാർ ചേർന്നിട്ടുള്ള ചെറിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ മാത്രമാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ചില ആൾക്കാർ എന്താ പറയുമ്പോൾ പുതിയ ഫ്രണ്ട്സ് വരുമ്പോൾ പഴയ ഫ്രണ്ട്സിനെ മറക്കും പിന്നെ ആ ഒരു റാപ്പ് ഉണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് അത് അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് SLC പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അന്നേരം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആണ് ജീവിതം മൊത്തം കൂടി ഉണ്ടാവും പക്ഷെ പിന്നെ +2 വരുമ്പോഴേക്കും പുതിയ ഫ്രണ്ട്സ് വരും ഡിഗ്രി വരുമ്പോഴേക്കും പുതിയ ആൾക്കാർ വരും ഇതൊക്കെ കഴിഞ്ഞിട്ട് ജോബിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഇതൊന്നും അല്ല യഥാർത്ഥ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽക്കുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനം വരെ കൊണ്ടുപോകുന്ന കുറെ അധികം നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല ബന്ധങ്ങളുണ്ട് എനിക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ ഇവിടെ നിന്ന് കിട്ടി ആരാണെന്ന് അറിയോ നിനക്കത് നിനക്ക് ഇവിടെ നിന്ന് നല്ലൊരു ഫ്രണ്ട് നല്ലതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പാരയും സ്വഭാവം മാത്രം ഉദ്ദേശിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എനിക്ക് നിനക്കിട്ട് താങ്ങാൻ വേണ്ടി ഒരു തുറപ്പൂലാൻ കിട്ടി എന്താണെന്നറിയോ നീ എന്താണ് വീട്ടിൽ പോകുന്നത് നീ നേരെ ദോഹയിൽ നിന്ന് ഇവിടെ ലൊക്കേഷൻ വരുന്നു ലൊക്കേഷനിൽ നേരെ ദോഹയിൽ പോകും ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നിനക്കിട്ടൊരു അമിട്ടാണെന്ന് കിട്ടിയത് കാരണം നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മ പറഞ്ഞ് നിന്റെ അനിയനെ ഇവിടെ വിട്ടിട്ടുണ്ട് പക്ഷെ അനിയൻ വന്ന് ആദ്യം ചോദിച്ച് ചേട്ടാ ദൈവം ചേട്ടാ സൂര്യചേട്ടന്റെ ഒരു വിവരവും ഇല്ല എന്റെ കയ്യിൽ കിട്ടി സത്യം നീ ഞെട്ടാൻ പോകുന്നുള്ളൂ നീ നേരെ നിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയേ ഞാൻ കണ്ടു വന്നിരുന്നത് സായൂജ് ആണ് സായൂജ് വെൽക്കം നീ സത്യത്തിൽ എന്തിനാ വന്നത് പറഞ്ഞോളത്തെ ഇവൻ വീട്ടിൽ വരാറില്ലേ ഇല്ല കുറെ ദിവസമായി വീട്ടിലെത്തിയിട്ട് ഇവന് ഇതാണ് പണി അവിടെ പോയി ജോലി ചെയ്ത് നേരെ ഇവിടെ വരും പൈസ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ സ്വന്തക്കാരെ മൊത്തം മറന്നു അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ പറയുന്നുണ്ട് ഇവന് എവിടെയോ പോയെന്ന് അറിയില്ല അവിടെ തന്നെ ഉണ്ടെന്ന് പോയി നോക്കുന്ന വൃത്തിയിട്ടവനെ നീ ഇവന്റെ ഭാഗത്ത് ചേർന്നിട്ട് ഉടായ്പ പറയാൻ പാടില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ചില സംസാരങ്ങളൊക്കെ ഉണ്ട് ഇവൻ ഇവിടെ വന്നിട്ട് ഈ ലൊക്കേഷൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടാണ് അവൻ വന്നിട്ടുള്ളത് ചേട്ടൻ എങ്ങനെയാ വീട്ടിലാള് വലിയ കുഴപ്പമില്ല വീട്ടിൽ അത്യാവശ്യം ഉടായ്പൊക്കെ ഉള്ളവര് എന്റെ വീട്ടിൽ ഏറ്റവും വലിയ കുഴപ്പമാണ് കുഴപ്പമില്ല ഇനി നിങ്ങൾ രണ്ടുപേരും ഈ സ്വഭാവം തന്നെയാണോ അത്രയ്ക്ക് പറയാൻ പറ്റില്ല ഓൻ കുറച്ച് കച്ചറ ഞാൻ കുറച്ച് ഡീസന്റ് അത് സത്യമാണ് കുറച്ച് കച്ചറയാണെങ്കിൽ ഞാൻ കുറച്ച് ഡീസന്റ് ആണ് അല്ല നമ്മുടെ കുടുംബത്തിന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷയാണ് അവനാണ് ഞങ്ങളുടെ നാട്ടുകാർ പറയാറുള്ളത് ഓക്കെ എന്തായാലും ചേട്ടന്റെ അംഗം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം ഓക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും എല്ലാ ഗ്രൂപ്പിലും ഇപ്പൊ കുറെ അധികം ഫ്രണ്ട്സുകൾ ഉണ്ട് അതുപോലത്തെ കുറെ അധികം നല്ല ഫ്രണ്ട്സ് ആണ് ഇന്നും അതുപോലെ വരാൻ പോകുന്നത് ലെറ്റ്സ് ബിഗിൻ ദ ഷോ ദാറ്റ് ഈസ് ബോയിങ് ഇന്നത്തെ ഷോയിൽ വരുന്ന ആൾക്കാര് വീട്ടമ്മമാരുമാണ് അതുപോലെ തന്നെ ടിക്ടോക്കിലെ താരങ്ങളും പോരാത്തതിന് അവരുടെ കയ്യിൽ വേറെ കുറെ തുരുപ്പ് കുലാനുകൾ ഇങ്ങനെ എറിയാനുണ്ട് അതൊക്കെ കാണാം ഇപ്പൊ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ ടോപ്പിക് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോ ബ്ലോക്ക് ചെയ്യുന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് അവർ അതിനായിട്ട് സമര മുന്നണിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് എന്നാലും നമുക്ക് സമരത്തിന് വിടുന്നതിന് മുമ്പേ നമുക്ക് അവർ ബോയിലേക്ക് ക്ഷണിക്കാം ലെറ്റ്സ് വെൽക്കം ദ ലവ്ലി ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി 1 2 3 4 1 2 3 4 രണ്ടാളുടെ കുറവ് നിങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ ഉറങ്ങിപ്പോയാ ബാക്കിൽ എടാ ഇതിപ്പോ സാധാരണ ഇപ്പൊ എന്റെ ടീമിൽ ഒരാൾ കുറവാണെങ്കിൽ നീ മുക്കിയതാണെന്ന് പറയാം പക്ഷെ നിന്റെ ടീമിലും ഇല്ലല്ലോ എനിക്കൊന്ന് ബാക്കിൽ ഉറങ്ങിപ്പോയാ സൂരജ് എന്തായാലും ഇത്രയും നല്ല ഗംഭീര മത്സരങ്ങളുള്ളപ്പോ ഈ 4 പേര് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഡയറക്ടർ സാർ ഈ 4 പേരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് വന്നിട്ട് സ്മാർട്ട് ആയിട്ട് ഒരു ഗെയിം ഷോ ഞങ്ങൾ 3 പേരെ വെച്ചിട്ട് ഇത്രയും പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അതിനുള്ള പ്ലാനുമായിട്ട് വരുമ്പോൾ നിങ്ങൾ 2 പേരെ മാത്രം കൊണ്ടു നിർത്തിയിട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ അവിടെ ഇപ്പൊ നിങ്ങളിപ്പോ എന്തായാലും പബ്ലിക്കിനെ വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാണാനാണെങ്കിൽ ഒരുപാട് പബ്ലിക്കും ഉണ്ട് പബ്ലിക്കിൽ നിന്ന് 2 പേരെ നിങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ആങ്കേഴ്സ് ആണ് എന്റെ ഡയറക്ടറെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന മടിയനായിട്ട് ഒരു ഡയറക്ടറായി പോയുള്ള ഞങ്ങൾ ചാനലിന്റെ മുതലാളിക്ക് കത്ത് എഴുതണം അതിനു മുമ്പ് നിങ്ങളെ മാറ്റാൻ ഞാൻ വേറൊരു കത്ത് എഴുതേണ്ടി നമ്മുടെ ഓഡിയൻസിൽ താല്പര്യമുള്ള ആൾക്കാർ ആരാ ഉള്ളത് ഒരു നല്ല സുന്ദരിയാണ് ഒരാൾ ഇருக்கு എടാ ഈ കുട്ടിക്ക് താല്പര്യം നിങ്ങൾക്ക് ഇருக்கு 2 പേരും ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നവർ പോരെ എടാ ഇനിയിപ്പോ സമയം കളഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇനി അതും കിട്ടില്ല ഓടുക ഇവിടെ എന്തായാലും മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ വേദി മത്സരിക്കാതെ തിരിച്ചുവിടുന്ന പരിപാടിയില്ല വാട്ട് ഈസ് യുവർ നെയിം നീല മീൻസ് മൂൺ നല്ല പേരാണല്ലോടാ സുരജ് അപ്പൊ ഈ കുട്ടിയെ ഞാൻ എന്റെ ടീമിലെടുത്തു ഗെയിം എല്ലാം തരും കണ്ടിപ്പാ വിൻ പണു ടീം എയിൽ ഫിക്സ് പണട്ടാ പ്രോമിസ് വിജയിക്കും അപ്പൊ അവിടെ ഒരു കണ്ടിപ്പ ഉണ്ടായപ്പോ ഇവിടെ ഒരു അപ്പ ഉണ്ട് എന്താ പേര് അപ്പ
ഈശ്വരി. ഈശ്വരാ ഈശ്വരാ, എനിക്ക് കിട്ടി ഒരു ഈശ്വരിയെ. ஈஸ்வரி என்ன பண்ணிட்டு இருக்க? நான் ஆக்டிங். ஆக்டிங்கும் பண்றியா? ஈஸ்வரி என் டீம்ல தான் நம்ம ஃபைட் பண்ண போறேன். നമുക്ക് ஓகே. എന്തായാലും റെഡി ചെക്ക്. നീ ഒരു കാര്യം ചെയ്യാം, മറ്റേവർ റെഡി ആയിട്ട് വരുന്ന സമയത്തേക്ക് ഇവരെ നമുക്ക് ഇരുത്തിയിട്ട് ഇവരൊന്ന് പരിചയപ്പെടാം. അവർ ഗെയിം തുടങ്ങുമ്പോഴേക്ക് ജോയിൻ ചെയ്തോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്ക് പോവാൻ. ടീം എക്ക് ലെഫ്റ്റ് സൈഡ്, ടീം ബിക്ക് റൈറ്റ് സൈഡ്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുട്ടിത്തമുള്ള ഒരു പേരാണ് ബേബി. ബേബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്, അത്യാവശ്യം ഒരു കോളിലൊക്കെ ഉണ്ടാക്കിയ സംഭവം. നമ്മുടെ ഒരു ഈ അടുത്ത കാലത്ത് തന്നെ പ്രളയം ഉണ്ടായ സമയത്ത് ശബരിമല വിഷയമായിട്ട് സംസാരിച്ചിരുന്നു. കാരണം അത് ടിക്ടോക്കില് അല്ലെ, ടിക്ടോക്കില് പ്രളയം ഉണ്ടായത് അത് പറ്റി തന്നെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് കുറെ അധികം പൊങ്കാലകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് അല്ലെ. ഈ പൊങ്കാലകൾ ഏറ്റുവാങ്ങുന്ന ആൾക്കാരൊക്കെ പിൽക്കാലത്ത് ഫേമസ് ആണ്. നമുക്ക് എവിയിൽ ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഓക്കെ, കാണാം. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ബേബിയാണ്. എൻ്റെ വീട് കൽപ്പാത്തിയിലാണ്. ഈ വീഡിയോസ് ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് വീഡിയോ ചെയ്യണത് തന്നെ. എന്തറിയോ, എൻ്റെ മനസ്സുകൊണ്ട് വിങ്ങിക്കൊണ്ടാണ് ഞാൻ എനിക്ക് വർത്തമാനം പോലും ശരിക്കും കിട്ടണില്ല. ഈ ദൈവങ്ങളെ കോപിപ്പിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടി പെണ്ണുങ്ങളെ? നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടി? നിങ്ങൾക്ക് എന്താ അയ്യപ്പനെ കാണാൻ പോവാണ്ട് നിങ്ങൾക്ക് ഇത്ര ഒരു ഇളക്കം? നിങ്ങൾ 41 ദിവസം വ്രതം എടുത്തിട്ട് നിങ്ങൾക്ക് പോവാൻ പറ്റുമോ? ഇത്രയും നാണമില്ലാത്ത ജന്മങ്ങളായിരിക്കണത്. നിങ്ങളൊക്കെ ഒരു പെണ്ണുങ്ങളാണോ? ഒരു കുടുംബത്തിലിരിക്കണ പെണ്ണുങ്ങളാണോ നിങ്ങൾ? ഏത് പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ അയ്യപ്പനെ കാണാൻ പോണ? ഒരു പെണ്ണുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയേ, അവളെ ഇന്ന് എനിക്ക് കാണണമായിരുന്നു. ഞങ്ങൾ ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഏത് സമയത്താണ് ഉരുൾപൊട്ടണത്, ഏത് സമയത്താണ് മരണം സംഭവിച്ചത്, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ കണ്ണീരൊഴുക്കിയിട്ട് ഇരിക്കണമെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് വന്നത്. അതെ, ആണ്. എത്ര ഫോളോവേഴ്സ് ടിക്ടോക്കിൽ എന്ത് പേരിൽ അറിയുന്നത്? ബേബീസ് പാർലർ പറഞ്ഞിട്ടാണ് എന്നെ അറിയുന്നത്. ബേബീസ് പാർലർ. എന്തായാലും ഇതുപോലെ തന്നെ ടിക്ടോക്കിൽ അത്യാവശ്യം സ്റ്റാർ തന്നെയാണ്. ഇവര് നല്ല സുഹൃത്തുക്കളാണ്. നമുക്ക് അയാളെ പരിചയപ്പെടാം. മഞ്ജു വെൽക്കം. ഞാൻ ചോദിക്കട്ടെ, മഞ്ജു ഇതുപോലെ ടിക്ടോക്ക് ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ട് വൈറലായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഓൺ വോയിസിൽ ചെയ്യാറില്ല. ഞാൻ ചുമ്മാ സോങ്സ് ചെയ്യും മാത്രമേ ഉള്ളൂ. മഞ്ജു, നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളല്ലേ? ഞങ്ങൾ സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഒരുമിച്ച് ടിക്ടോക്ക് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഇതെന്റെ അമ്മയുടെ അനിയത്തി കൂടെയാണ്. അമ്മയുടെ അനിയത്തിയാണ്? എന്റെ ചെറിയമ്മയാണ്. മഞ്ജു, നമ്മുടെ ബോയിങ് ഷോ കാണാറുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ഫീൽ എന്താണ്? കാരണമൊന്നുമില്ല, ഹാപ്പിയാണ്. ചെറിയമ്മയായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചെറിയമ്മ എന്തെങ്കിലും പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ മൂക്ക് കൊണ്ട് ഒരു പാട്ട് പാടുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മൂക്കുകൊണ്ട് പാട്ട് പാടും. എല്ലാവരും വാഗൊണ്ടാണ് പാട്ട് പാടുന്നത്, പക്ഷെ മൂക്കുകൊണ്ട്. അത് ടിക്ടോക്കിൽ ഞാൻ എല്ലാവരും ചാലഞ്ച് ചെയ്തിട്ട് ഓരോരോ വീഡിയോസ് ഇടാറുണ്ട്. ബേബിയെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, മൂക്കുകൊണ്ട് പാട്ട് പാടും. ബേബി അപ്പൊ ഈ ദിവസവും ചാലഞ്ച് കൊണ്ട് പാട്ടല്ല കേട്ടോ, ഒരു ഇതാണ്. Come on everybody. നാണേ എവിടേക്ക് ചായക്കടയ്ക്ക് എന്തിന് നെയ്യപ്പത്തിന് എത്രണ്ണം? 4 എണ്ണം. അതാണ് ഇത്. എനിക്കൊരു 5 എണ്ണം വേണം. നാണേ അങ്ങോട്ട് ചായക്കടയ്ക്ക് എന്തിന് നെയ്യപ്പത്തിന് എത്രണ്ണം? 4 ഒരു. ശരിക്കും ആ ബേബി എന്ന പേര് അന്വർത്ഥമായിരിക്കുകയാണ്. ബേബിയുള്ള പേര് മാറ്റണ്ട, അത് തന്നെയാണ്. അപ്പൊ എന്തായാലും ടീം എയിൽ നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു. പോയിട്ടുള്ള ആൾക്കാർ വന്നിട്ടില്ല. നമുക്ക് എന്നാൽ ആ സമയം കൊണ്ട് നമുക്ക് ടീം ബിയെ പരിചയപ്പെടാം. ടീം ബിയിൽ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കൃഷ്ണേന്ദു ഒരു അടിപൊളി ടിക്ടോക്ക് താരമാണ്. ടിക്ടോക്കില് മോഹൻലാലിനെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ആക്ഷൻ ഉൾപ്പെടെ നമുക്ക് വേണം. മീശയൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരുപാട് ടിക്ടോക്കുകൾ കണ്ടു. ലാലേട്ടനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണൻ എന്താ ചെയ്യാൻ പോകുന്നത്? ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ലാലേട്ടൻ ഒന്ന് കാണിച്ച മാനറിസം ഒന്ന് കാണിച്ചേ. ലാലേട്ടൻ വരുന്നത് ഞാൻ പറയാം, 1 2 3 പറയാം, അപ്പൊ വന്നാ മതി. ഇപ്പം നമ്മുടെ മുന്നേ ബോയ്ബിൾ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിൽ ആ ഗെയിമിന്റെ പേരാണ് നീ പോ മോനെ ദിനേശ. അതൊന്ന് ലാലേട്ട സ്റ്റൈൽ ഒന്ന് പറഞ്ഞു. അല്ല, പറയുന്നതിന് മുമ്പ് ഇപ്പൊ കൃഷ്ണേന്ദു വെറുതെ നിൽക്ക്. ഞാൻ 1 2 3 പറയുമ്പോ മുഖത്ത് ലാലേട്ടൻ ഇങ്ങനെ വരണം ശരീരത്തില്. 1 2 3. നീ പോ മോനെ ദിനേശ.
അപ്പൊ കൃഷ്ണേന്ദു എന്താണ് ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? ലാലേട്ടനെയാണോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ലാലേട്ടന്റെ ലാലേട്ടനെ ഇഷ്ടമല്ലാത്ത നമ്മുടെ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടും ലാലേട്ടൻ സ്നേഹിക്കുന്നവരുള്ള ലാലേട്ട, വി ആൾ ലവ് യു. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കടലാണ്. പിന്നെ ലാലേട്ടനെ പറ്റിയിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതകാലം മുഴുവൻ ചെയ്യാനുള്ളതുണ്ട്. അടിപൊളി. കൃഷ്ണേന്ദുവിന്റെ ഒരു ടിക്ടോക്കിലേക്കാണ് ഇനി പോണത്. ലാലേട്ടൻ ടിക്ടോക്ക്. കൃഷ്ണേന്ദുവിന്റെ ടിക്ടോക്ക് പൊളിക്കാൻ വേണ്ടിട്ട് ഓഡിയോ പ്ലീസ്. എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചു പോയ എത്ര പെണ്ണുങ്ങളുണ്ടോ തന്റെ തറവാട്ടില്? പറയണോ? ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്. മനസ്സിലായോ കോപ്പിൽ നായരെ? എന്തായാലും കൃഷ്ണേന്ദുവിന് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി പ്ലീസ്. ടീം ബിയിൽ അടുത്തതായിട്ട് പരിചയപ്പെടേണ്ട ആള് തൊട്ടപ്പുറത്തിരിക്കുന്നത് രമ്യ. രമ്യ, വെൽക്കം. രമ്യ ഒരു സകലകലാ വല്ലഭയാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ലേ? ആണെന്ന് പറ, ഞാൻ പറഞ്ഞില്ലേ? ടിക്ടോക്കില് സകലകലാവല്ലഭ തന്നെയാണ്. ടിക്ടോക്കിൽ ഇവരൊക്കെ പറഞ്ഞു, ഇവരൊക്കെ ഓരോ ടൈപ്പ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. രമ്യ എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ചെയ്യുന്നത്? ഞാൻ ഈ മെയിൽ ടൈപ്പ്, മെയിൽ വെർഷൻ ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. ആണുങ്ങളെ എല്ലാ ആണുങ്ങളുടെ നിലയിലാണ്. ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നോ? അതെ അതെ. എന്താ ആണുങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാറില്ല? ഇപ്പൊ ഈ ടിക്ടോക്കിലെ ആര് കണ്ടാലും നമ്മളെ മനസ്സിലാവണമെന്നില്ല. കൂടുതലായിട്ട് തന്നെ ഈ ബോയ്സിന്റെ ലുക്കിലാണ് എല്ലാരും കണ്ടിട്ടുള്ളത്. ഫുൾ മീശയും മുണ്ടും തലകെട്ടൊക്കെ ആയിരിക്കും. അതന്നെ. അടിപൊളി. എന്താ ചെയ്യാറില്ല? ഏറ്റവും ഹിറ്റായ സംഭവം എന്താ? ഏറ്റവും ഹിറ്റായ സംഭവം ഞാൻ ഈ സോങ് ഡബ് ചെയ്തേ കൂടുതലായിട്ട്. അതായത് ദൂരക്കീഴെ കുതിക്കും. തീർച്ചയായിട്ടും ഇവർക്ക് വലിയൊരു ക്ലാപ്പ് കൊടുക്കണം. കാരണം നമ്മുടെ ഉള്ളില് എത്ര വലിയ കഴിവായാലും എത്ര ചെറിയ കഴിവായാലും അത് പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എല്ലാവർക്കും 4 പേർക്കും അടിപൊളി, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നമ്മുടെ ഈ 2 ടീമിൽ ഒരാളുടെ കുറവുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാം. പ്ലീസ് കം. എന്തായാലും നമ്മുടെ ടീം എയും ടീം ബിയും ഇവിടെ ഓൾ സെറ്റ് ആണ്. നമ്മുടെ മത്സരം തുടങ്ങാനുള്ള സമയമാണ്. നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട ഗെയിം കുലുക്കി തകത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ബലൂൺസ്, കളർഫുൾ ബലൂൺസ് ഇവിടെ ഈ ഒരു റാമ്പിൽ ഇട്ടിരിക്കുന്നത് കാണാം. ടീം എ ആണ് ആദ്യം മത്സരിക്കുന്നത്. ടീം എയുടെ ബലൂൺ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. നിങ്ങൾ ഇവിടെ ഒരാൾ വരിക, ഒരാൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇരുന്ന് ബലൂൺ പൊട്ടിക്കുക. വേറെ ഒരു ശരീരഭാഗം ഉപയോഗിക്കാൻ പാടില്ല, ഇരുന്ന് തന്നെ ബലൂൺ പൊട്ടിക്കണം. സ്വന്തം ബലൂൺ അല്ലാതെ മറ്റേതെങ്കിലും ബലൂണാണ് പൊട്ടിക്കുന്നതെങ്കിൽ മൈനസ് മാർക്ക് ഉണ്ടാവും. ഇനി ഒരു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ 20 പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ പ്രത്യേകം പരിചയപ്പെടേണ്ട കുറച്ച് ആൾക്കാർ ഇതിന്റെ അടിയിലുണ്ട്. അവരാണ് ബാഹുബലി ബോയ്സ്. ബാഹുബലി ബോയ്സ്. ഇത് ബാഹുബലി ബോയ്സിന്റെ ഏറ്റവും ലൈറ്റർ വേർഷൻ ആണ് കേട്ടോ. അവർ ഇതുപോലെ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ കുലുക്കി തക്കത്തയിൽ മത്സരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ടീം എ തന്നെ ക്ഷണിക്കാം. പ്ലീസ് കം. ഓറഞ്ച് ബലൂൺസ് ആണ്. കുലുക്കി തക്കത്തയിൽ ടീം എയിൽ നിന്ന് ആദ്യം മത്സരിക്കാൻ പോകുന്നു ബേബി. ബേബി എത്ര കിലോ ഉണ്ട്? നിനക്ക് കുട്ടികളുടെ വയസ്സ് ബാഹുബലി തുടങ്ങിയതാണ് കേട്ടോ. എന്റെ വയസ്സല്ല, എന്റെ മുടി ഞാൻ ബാഹുബലി ബോയ്സിന്റെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ടൊന്ന് ചോദിച്ചു. ഇവൻ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പോകേണ്ടത് നമ്മുടെ ഓറഞ്ച് ബലൂൺ പൊട്ടിക്കുക, ഇരുന്നിട്ട് മാത്രമേ പൊട്ടിക്കാവൂ. ഓക്കെ, ഒരു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 20 പോയിന്റ്സ് ആണ്. മറ്റേ ഏതെങ്കിലും ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ മൈനസ് പോയിന്റ് കിട്ടും. സോ നമ്മുടെ ബലൂൺ പൊട്ടിച്ചില്ലെങ്കിലും മറ്റുള്ള ബലൂൺ പൊട്ടിക്കാതിരിക്കുക. ഇനി അടുത്ത് നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടത്, ഒരാൾ ബലൂൺ പൊട്ടിക്കുന്ന സമയത്ത് രണ്ടുപേരും 2 സൈഡിൽ പോവുക. 2 സൈഡിൽ പോയിട്ട് തറയിൽ പോകുന്ന ബലൂൺ പറക്കി ഇതിലിടുക. உங்களுக்கு புரிஞ்சிடுச்சா? வெளியில இருக்கிற பலூன் எடுத்துட்டு உள்ள போடுங்க. சைடுல போறோம். அவ்வளவுதான். ஓகே பேபி, all the best to you. Your time starts now. 3 2 1 go. മുട്ടോണ്ട് പഠിച്ച മൈനസ്. ബേബി ശരിക്കും ഒരു ബേബിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്ന് പഠിച്ചോ മൈനസ്.
വേറെ പൊട്ടിക്കല്ല ബേബി. Time going. സ്റ്റോപ്പ്. അടിപൊളി അടിപൊളി. സൂപ്പർ. അപ്പൊ ബേബി നിങ്ങളുടെ ഇത്രയും നേരത്തെ അംഗത്തിന്റെ സ്കോർ ഞാൻ പറഞ്ഞുതരാം. 4 ബലൂണുകൾ പൊട്ടിച്ചു, 4 അതർ ബലൂണുകളും പൊട്ടിച്ചു. അങ്ങനെ ടോട്ടൽ 0 മൈനസ്. ഒരു ബലൂണിന് കിട്ടിയത് പോയിന്റ് അവിടെ തന്നെ പോയി. ഒരു ബലൂണിനും പോയിന്റ്സ് ഇല്ല. അതെയോ? മൈനസ് പോയിന്റ്സ് ആണ്. സാരമില്ല. സാരമില്ല. ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല, അതേ ഞാൻ അല്ല, സന്തോഷം. ഇനിയുണ്ട്. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. തീർന്നിട്ടില്ല. മത്സരം ഇങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഘട്ടമാണ്. ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ പങ്കെടുത്തില്ല. ഇങ്ങനെ ടീമിനെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ? ഓക്കെ, ടീമിൽ അടുത്ത ആളെ മത്സരിക്കാൻ നിൽക്കുകയാണ്. ടീം എയിൽ നിന്ന് അടുത്ത് മത്സരിക്കാൻ വരുന്നു മഞ്ജു. മഞ്ജു, all the best to you. Your time starts now. 3, 2, 1, go. Time out. മഞ്ജു, എന്താണ് പറ്റിയത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് എത്ര ബാഹുബലി ബോയ്സ് ഉണ്ടെന്ന് അറിയോ? ഇതിൽ ഒന്നൊന്നല്ല, എത്ര ഉണ്ട്? 50 ബാഹുബലി. 50 എന്തായാലും ഇല്ല, ഒരു 5 എണ്ണം ഒപ്പിക്കാം. ശക്തി 50 ബാഹുബലിയുടെ ശക്തിയുണ്ട്. 50 ബാഹുബലിയുടെ ശക്തിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുരിങ്ങാക്കോല് പോലത്തെ പിള്ളറാണ് അതിനുള്ളിലുള്ളത്. എന്റെ അമ്മേ, എത്ര ബലൂൺ പൊട്ടിച്ചെന്ന് വല്ല ധാരണയുണ്ടോ മഞ്ജുവിന്? ഒരു 3. 3 എണ്ണം പൊട്ടിച്ചോ? സംഭവം 3 ബലൂൺ പൊട്ടിച്ചു. ആ. അതില് 1 മൈനസ് ആയിരുന്നു. അങ്ങനെ 2 എണ്ണത്തിന്റെ പോയിന്റ് കിട്ടുന്നു. അതിൽ നിന്ന് മൈനസ് 20 കുറക്കുന്നു. അപ്പൊ ടോട്ടൽ 20 പോയിന്റ് ആണ് ടീം എക്ക് ഇപ്പൊ നേടിക്കുന്നത്. നമ്മള് പോയിന്റ് വളരെ പുറകോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ആകെ പ്രതീക്ഷയുള്ളത് നിലയിലാണ്. നില ഓഡിയൻസിന്റെ സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഓൾ ദ ബെസ്റ്റ് യു. ഓക്കെ, അപ്പോ ടീം എയിൽ നിന്ന് മൂന്നാമത്തെ ആള് ഇറങ്ങാൻ സൂരജ്, ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ ടീം എയിൽ ജോയിൻ ചെയ്ത കുട്ടിയാണ് നില. നിലയിലാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ. ഓൾ ദ ബെസ്റ്റ് യു. നില, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Use your leg. അതും മൈനസ് ആണ്, ഫ്രണ്ടിലാണ്. ടൈം ഔട്ട്. നില, എന്താ പറ്റിയേ? എന്നെ പണിട്ടെങ്കെ പറന്നിട്ടേ ഇരുന്നത്, റോക്കറ്റ് മാതിരി പോയിട്ടേ ഇരുന്നത്. നില 2 ബലൂൺ പൊട്ടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് 4 ബലൂൺ വേറെ കളേഴ്സ് പൊട്ടിച്ചുകൊണ്ട് -40 ആണ് ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ടീം ആദ്യ മത്സരം കുലുക്കിത്തക്കതാ കഴിയുമ്പോൾ -20 പോയിന്റോട് കൂടി ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇനി 20 കൊടുക്കാനുണ്ട്. പോയിന്റ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് കൊടുക്കണം. അതിന് മുന്നേ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ദിസ് ഈസ് ബോയിങ് ബോയ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Yes, welcome back to the show. This is Boeing. ടീമയുടെ ആദ്യത്തെ മത്സരം കഴിയുമ്പോൾ ഇനി മത്സരിക്കാൻ വരുന്ന ടീം ബി ആണ്. അപ്പൊ ടീം എ -20 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഇനി ടീം ബിയുടെ കുട്ടികൾ എത്ര പോയിന്റുകൾ വാരിക്കൂട്ടും എന്നുള്ളത് അറിയാനുള്ള നിമിഷങ്ങളാണ്. വെൽക്കം ടീം ബി.
വേറെ level എന്താ team ആണ്. എനർജി, എന്താ ടീം ബിയുടെ എനർജി, എന്താണ് Super. ഈ പൊട്ടിച്ചോളെ. കുലുക്കത്തക്ക മത്സരത്തിൽ നിങ്ങൾ പൊട്ടിക്കേണ്ട ബലൂൺ എന്ന് പറയുന്നത് വയലറ്റ് ബലൂൺസ് ആണ്. വേറെ ഏത് പൊട്ടിച്ചു കഴിഞ്ഞാലും മൈനസ് Minus point ആണ്. ദയവായിട്ട് please. ഓക്കെ Ready? ടീം ബിയിൽ നിന്ന് ആദ്യം മത്സരിക്കാൻ എത്തുന്നു കൃഷ്ണേന്ദു. ഓൾ ദ ബെസ്റ്റ് ടു കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. മൈനസ് ആക്കല്ല, മൈനസ് ആയി. കൃഷ്ണേന്ദു മൈനസ് ആക്കല്ലേ. ഓറഞ്ച് അല്ല, വയലറ്റ്, വയലറ്റ്, അതാണ് വയലറ്റ്, ബാക്കിലുള്ള വയലറ്റ്, അത് ഓറഞ്ചാണ്. Good job, good job. Yes, yes, put it, good job. Very good, very good. Good job, good job, good job. എങ്ങനെയുണ്ടായിരുന്നു കുലുക്കി താക്കത്തക്ക? കൊള്ളാം, അടിപൊളി. അടിപൊളി. Enjoy ചെയ്തോ? എത്രണ്ണം പൊട്ടിച്ചിട്ടുണ്ടാവും? 4 വേറെ കളേഴ്സ് ആയാലും പൊട്ടിച്ചിട്ടുണ്ടോ? വേറെ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മുടെ സ്കോർ അറിയട്ടെ. 5 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്, ഒരു മൈനസും വന്നിട്ടുണ്ട്. So 60 points. വെരി ഗുഡ്, വെരി ഗുഡ്, Good വെരി job. ഗുഡ് കൃഷ്ണ. ടീം ബിയിൽ നിന്ന് ദേ വരുന്നു ഈശ്വരി. ഈശ്വരി, all the best to you. ഈശ്വരാ. Your time starts now. 3 2 1 go. Good job, good job, very good job. Good job, good job, good job. Good job, good job, good job, good job. മൈനസ് ആവരുത്, മൈനസ് ആകൂടാതെ. ബലൂൺ ഫിനിഷ് ആയി. ടൈം ഔട്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മുടിയല്ലേ മുടിഞ്ഞു. எப்படி இருந்த இந்த ടോട്ടലി ബ്ലാസ്റ്റഡ് 7 ബലൂൺ. வின் பண்ணனும்னு ஆக்டிவிட்டீஸ் அப்போ அவ்வளவுதான். ஓவரா பண்ணிட்டு அப்போ குறை நெகட்டிவ் எல்லாம் வந்திருக்கு. 5 பலூனும் பிளாஸ்ட் பண்ணிருக்கு. அதுல ஒன்னு மைனஸ். அப்ப ടോട്ടൽ 80 പോയിന്റ്സ്. ടീം ബിയിൽ നിന്ന് മൂന്നാമതായി മത്സരിക്കാൻ ഇറങ്ങുന്നു രമ്യ. രമ്യ, all the best to you. Your time starts now. 3 2 1 go. എഴുന്നേറ്റ് ചാട്. Do it.
job. ടൈം ഔട്ട്. തിരിച്ചു വരും. രമ്യ എന്താ ചെയ്ത് രമ്യ? ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. ആരാണ്? ബാഹുബലി ബോയ്സ് ആണോ? അത് തന്നെ. എത്ര ബലൂൺ പൊട്ടിച്ചെന്ന് വല്ല ധാരണയുണ്ടോ? ഒന്നും എണ്ണാൻ പറ്റിയില്ല. 2 എണ്ണം പൊട്ടിച്ചു, പക്ഷെ ഒരെണ്ണം മൈനസ്. ടോട്ടൽ 20 പോയിന്റ് ആണ് രമ്യക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ ടീം ബിയുടെ ടോട്ടൽ സ്കോർ 80 + 60 + 20 ദാറ്റ് ഈസ് 160. 160 പോയിന്റ് ആണ് കുലുക്കി തകർന്ന ടീം ബി നേടിയിരിക്കുന്നത്. നല്ലൊരു കൈയടി പ്ലീസ്. പക്ഷെ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മത്സരങ്ങളുടെ ഗതി മാറാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. This is Boing. Have a short break. Yes, welcome back to the show. This is Boing. അപ്പൊ ഒരു റൗണ്ട് കഴിഞ്ഞു. വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരമാണ് അടുത്ത് വരാൻ പോകുന്നത്. തലയണ മന്ത്രം. എന്താണ്? തലയണ മന്ത്രം. തലയണ മന്ത്രം കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ തലയണ മന്ത്രത്തിനെ കുറിച്ച് അറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബ് കാണാം, 2 സൈഡിലൂടെ പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം. അതുപോലെ ഒരു ബോർഡർ ലൈൻ കാണാം. ഇവിടെ ടീം എയിൽ നിന്ന് ഒരാൾ ആദ്യം കയറുക, ടീം ബിയിൽ നിന്ന് ഒരാൾ വരിക, എന്നിട്ട് ഈ പില്ലോ ആയിട്ട് നേരെ പോവാ, ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുക, എന്നിട്ട് ഫൈറ്റ് കൂടുക. അതായത് ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 പോയിന്റ് കിട്ടും. ക്രോസ് ചെയ്തതിനു ശേഷം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ അടിച്ച് വെള്ളത്തിലേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ 100 പോയിന്റ്. ടോട്ടൽ 150 പോയിന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു റൗണ്ടാണിത്. ഓക്കെ, ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, ടീം എയിൽ നിന്ന് തലയണ മന്ത്രം മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു ബേബി ആൻഡ് ടീം ബിയിൽ നിന്ന് കൃഷ്ണേന്ദു. ഓൾ ദി ബെസ്റ്റ് യു. ഒരു ചന്ദനക്കുറിക്ക് മറ്റൊരു ചന്ദനക്കുറി കൊണ്ട് എന്റെ ഒരു പ്രഹരം. All the best. ബേബി കൃഷ്ണേന്ദു രണ്ടുപേരുടെയും ശ്രദ്ധയ്ക്ക് പറയാണ്, ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്താൽ കിട്ടുന്നത് 50 പോയിന്റ് ആണ്. മാത്രമല്ല ഓപ്പോസിറ്റ് ടീമിനെ മറിച്ചിടുകയാണെങ്കിൽ, പില്ലോ കൊണ്ട് ഫൈറ്റ് ചെയ്ത് മറിച്ചിടുകയാണെങ്കിൽ കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധയ്ക്ക്, ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. ബേബി ഫാസ്റ്റ് ഗോ. ബേബി ക്രോസ്. ഓക്കെ, അടിച്ചിടോ തലയിട. കൃഷ്ണേന്ദു അടി. Okay, go. Finish it. Go. കൃഷ്ണ, എന്താണ് പറ്റിയത്? എന്താ ഉണ്ടായത്? സ്ലിപ്പായി പോയി. കയ്യിന്ന് പോയി. അപ്പൊ കയ്യിന്ന് പോയി സംഭവം. അവര് 150 പോയിന്റ് ഇവിടെ കൊണ്ടുപോയി. എങ്ങനെയുണ്ടായിരുന്നു ബേബിയുടെ എക്സ്പീരിയൻസ്? പറയൂ. നന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഓപ്പോസിറ്റ് ആളിനെ ഇടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ബലം എടുക്കേണ്ടി വന്നോ? ഇല്ല അധികം എടുക്കേണ്ടി വന്നില്ല. എന്താണ് കഴിച്ചത് ഇത്രയും ബലം? നല്ല ചോറ് കഴിച്ചു. ചോറിന്റെ പവർ മൊത്തം ഇവിടെ കാണിച്ചു. എന്തായാലും ടീം എ നേടിക്കുന്ന 150 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്, നല്ലൊരു കൈയടി. ടീം എയിൽ നിന്ന് തലയണ മന്ത്രം മത്സരിക്കാനാണ് അടുത്ത് വരുന്നു മഞ്ജു. ടീം ബിയിൽ നിന്ന് രമ്യ. All the best to you guys. രമ്യ. Ramya Manju, all set. Ramya Manju, your time starts now. 3, 2, 1, go. അങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ട്. തലയുടെ പോലെ തല.
എന്താണ് മഞ്ജു പറ്റിയത്? മഞ്ജു ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ തള്ളിയിടാൻ പറ്റില്ല, ഒരുമിച്ച് പോയി. പറ്റിയില്ല. എന്താ പറ്റിയേ? ഇങ്ങോട്ട് നല്ല പ്രഷറായിരുന്നു. ഇങ്ങോട്ട് നല്ല പ്രഷർ. രണ്ടുപേരും ഒരേ വെയിറ്റ് ആയിരുന്നു. അതെ അതെ. അവിടെ എന്താ പറ്റിയേ? എന്താ ഇവിടെ സംഭവിച്ചത്? സ്ലിപ്പായി എന്താ പോയതാ. പെട്ടെന്ന് ഇപ്പുറത്ത് എത്താഞ്ഞേ? സ്ലിപ്പായി പോയതാ രണ്ടുപേരും. എന്തൊക്കെയാണെങ്കിലും ബോർഡർ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് ടീം എക്ക് മഞ്ജുവിന് കിട്ടുന്ന 50 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. ടീം ബിക്ക് 0. നമുക്ക് ഈ ഒരു ഗെയിം വേണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിലും എന്റെ ടീം തോറ്റോണ്ടിരിക്കുന്നു. ശരിയില്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇനി പക്ഷേ ഏറ്റവും അവസാനത്തെ ആ ഒരു റൗണ്ടിൽ എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. തലേണ മന്ത്രം മത്സരത്തിനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു നില, ടീം ബിയിൽ നിന്ന് ഈശ്വരി. All the best, guys. രണ്ടുപേരും സ്മാർട്ട് ആയിട്ട് അവിടെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. നില, ഈശ്വരി. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 go. നില, ഈശ്വരി, again chance. Your time starts now. 3 2 1 go. ഈശ്വരി, അടി, 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 അടി. നില, what happened? 2 chance കിട്ടിയില്ല. செகண்ட் டைம் ரொம்ப ஈரமா இருந்ததுனா வலிக்கிருச்சு. வலிக்குது. ஓகே, அப்படியான அவரை இடிக்கிறது கொஞ்சம் கஷ்டமா இருக்கு. സെക്കൻഡ് ടൈം അവർ കൂടുതൽ സ്ട്രോങ് ആയിട്ട്. ரொம்ப ஸ்ட்ராங் அவங்க. பில்ல போயதுக்கு அப்புறம் அவரை கை பிடிச்சிட்டே இடிச்சிட்டே இருந்து. செகண்ட் டைம் உசார் ஐ மீன் ரொம்ப തിങ്ക് പണി കറക്റ്റാ വന്നിട്ടാங்க அவங்க. ഈശ്വരി, എന്താണ് ലാസ്റ്റ് പില്ലോ കളിച്ചിട്ട് തമ്മിൽ തല്ലായല്ലോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? വേറെ ഏതാவது പ്രശ്നം ഇരിക്കാ? நீங்க தான் ஃபைட் பண்ண வச்சிட்டீங்க இங்க. ആമാ, അതൊക്കെ പില്ലോ എറിഞ്ഞിട്ട് പിന്നെ തല്ലறது എന്തൊക്കെ? പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് 2 ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ടീം എക്കും ബി നേടിയിരിക്കുന്ന 0 പോയിന്റ്സ് ആണ്. തലേണ മന്ത്രം മത്സരം അവസാനിക്കുമ്പോൾ ടീം എ ടോട്ടലി നേടിയിരിക്കുന്നത് 200 പോയിന്റ്സ് ആണ്. ആൻഡ് ടീം ബി 0 പോയിന്റ്സ്. എന്തായാലും ടീം എക്കും ടീം ബിക്കും മത്സരത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ആവശ്യമുണ്ട്, എനർജിയുടെ ആവശ്യമുണ്ട്. മ്യൂസിക് പ്ലീസ്. ഈ മത്സര ആഘോഷത്തിനിടയ്ക്ക് ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. This is Boy Boy. Have a short break. യെസ്, ആവേശത്തിന്റെ പൂത്തിരി കത്തുന്ന ഷോ, ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. നമ്മുടെ ബോയിങ് ബോയിന്റെ അടുത്ത അവസാനത്തെ മത്സരം, ഗംഭീരമായിട്ടുള്ള മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. റെഡിയല്ലേ? റെഡിയല്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 go. Go. Very good, very good. Good job, good job.
സൂപ്പർ സൂപ്പർ. Good job, good job. Good job. Awesome. Last 30 seconds. Super, good job, good job. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out, time out. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള You are watching Boing Boing. അങ്ങനെ താമരശ്ശേരി ചുരം കയറി ഇറങ്ങി ടീം എയും ടീം ബി ഇവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ചോദിക്കണ്ടേ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ. Very good. അടിപൊളി പ്രോഗ്രാം. ഓക്കെ, അടുത്ത ആള് മഞ്ജു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ആ, മറ്റുള്ളവർ വീഴുന്ന കാണുമ്പോൾ നിങ്ങൾ ഇതോടെ ചിരിക്കാറുണ്ടോ? ഞാൻ ചിരിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പൊ സ്വന്തമായിട്ട് വീഴുമ്പോ എന്താണ്? ചിരിക്കില്ല. എന്താണ് ആ എക്സ്പീരിയൻസ് പറഞ്ഞേ കൃഷ്ണേന്ദു? ആദ്യം കേറി പോയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് തിരിച്ചു വന്നപ്പോ പിന്നെ ഓർത്ത് കേറാൻ പറ്റില്ലെന്ന്. പിന്നെ ഒരു ഇതില് കേറിപ്പോയി എനർജി എന്താ എനർജി? കേറി കഴിഞ്ഞപ്പോ പിന്നെ തോന്നി കേറാൻ പറ്റുമായിരിക്കണം. അപ്പൊ വീണ്ടും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ പോലും ഈ വേദിയിൽ വരുമ്പോ ആക്റ്റീവ് ആവും. അതാണ് ബോയിങ് ബോയ്. അടുത്ത ആള്. സൂപ്പർ. കുഴപ്പമില്ലായിരുന്നു. എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ഞാൻ ജയിച്ചിട്ട് അടങ്ങുള്ളൂ ഞാൻ തീരുമാനിച്ചു. ലാസ്റ്റ് പോക്ക്. Yes. അടി. വെരി ഗുഡ്, വെരി ഗുഡ്. ഈശ്വരിയാണ് എല്ലാത്തിന്റെയും ലീഡർ. എങ്ങനെയുണ്ട് ഈശ്വരി? So jolly. Enjoyment. സൂപ്പർ. അടിപൊളി. എന്തായാലും കൃഷ്ണേന്ദു താമരശ്ശേരി ചുരം കയറി. പക്ഷെ കൃഷ്ണേന്ദുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബേബി ഇവിടെ കയറിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് അല്ല, ഒരാൾക്ക് സന്തോഷമുണ്ട്, ഒരാൾക്ക് സങ്കടമുണ്ട്. അപ്പൊ അവർ രണ്ടും അതിങ്ങോട്ട് ലയിപ്പിച്ച് ചേർക്കാൻ വേണ്ടിട്ട് ഡാൻസ്. നാണമായി പോയി. എന്തായിരുന്നു? എന്തിനാണ് കൃഷ്ണ കാണുമ്പോ? എന്തായാലും ഡാൻസും ആഘോഷം എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ആ മാർക്ക് അറിഞ്ഞാലോ? റെഡിയല്ലേ? ആദ്യത്തെ മത്സരം പുലിക്ക് തക്കത്ത മത്സരം കഴിയുമ്പോൾ ടീം എ -20 നിൽക്കുന്നത്. പക്ഷെ ടീം ബി 160 പോയിന്റ് ആണ്.
രണ്ടാമത്തെ മത്സരം തലേണ മന്ത്രം കഴിയുമ്പോൾ ടീം എ നൽകിയ 200 പോയിന്റ്സ്, ടീം ബി 0. മൂന്നാമത്തെ മത്സരം താമരശ്ശേരി ചുരം കയറിയത് ടീം എ 200, ടീം ബി 600. ഫൈനലി മത്സരം വിജയിച്ചിരിക്കുന്നത് 760 പോയിന്റോടുകൂടി ടീം ബി ആണ്. അടിപൊളി ടീമാണ്. 760 പോയിന്റ് ടീം ബി നേടുമ്പോൾ ടീം എ നേടിക്കുന്ന 380 പോയിന്റ്സ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പൂരത്തിന്റെ കൊടിയിറങ്ങേണ്ട സമയമായിരിക്കുമ്പോ നിങ്ങൾ 6 പേരും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ്, 8089279522 ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫോട്ടോയും പ്രൊഫൈലും അയക്കുക. ഇതുപോലുള്ള അവസരം പാഴാക്കാതിരിക്കുക. നേരത്തെ ഡാൻസ് കളിച്ച സമയത്ത് ഇവരുടെ ആരുടെയൊക്കെയോ മക്കൾ അവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് ഡാൻസ് ഈശ്വരിയുടെ അവരെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിച്ചാലോ? രണ്ടുപേരും വന്നേ. ബോയിന്റെ മത്സരത്തിൽ എന്തായാലും തീർച്ചയായിട്ടും കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരമില്ല. പക്ഷെ ബോയിന്റെ മത്സരത്തിലല്ല, ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. എന്തായാലും ഇവർക്കായിട്ടൊരു മ്യൂസിക് പ്ലേസ്. ഈ ആഘോഷത്തിനും സന്തോഷത്തിനും ഇവിടെ പൂർണ്ണ വിരാമം ഇടാനുള്ള സമയമാണ്. ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ് ആൻഡ് സൂരജ്.